Am Israel Chai. Jai Hind. Thank you. But I've never been more moved than by your visit here with us, a great friend of Israel, a great champion of the Indian-Israeli alliance, and a great leader on the world stage. Welcome to Jerusalem, my dear friend, Prime Minister Narendra Modi, and your distinguished delegation. Welcome to Jerusalem. I would almost venture to say, more than a friend, a brother. In many ways, brothers. India is a gigantic power of almost 1.5 billion people. And I want to say that the alliance between us is an enormous multiplier of our individual powers. Enormous multiplier. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ശരിക്കും അവിടെ നടന്ന ഓരോ സംഭവങ്ങളും കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. എത്രമാത്രം നമ്മുടെ രാജ്യം ഇന്ന് വളർന്നിരിക്കുന്നു എന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. രണ്ട് രീതിയിൽ അഭിമാനമുണ്ട്. ഒന്ന്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായ നേതാക്കളിൽ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ലോക നേതാക്കൾ തന്നെ പറയുമ്പോൾ ഉണ്ടാവുന്ന അഭിമാനം. രണ്ട്, ലോകത്തെ വലിയൊരു ശക്തിയാണ് എന്ന് ഇന്ത്യയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ തുറന്ന് സമ്മതിക്കുമ്പോൾ തോന്നുന്ന അഭിമാനം. ഇസ്രായേലിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ സ്വീകരണം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഇത്രയും കയ്യടി ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ലോക നേതാവിന് ഇസ്രായേലിന്റെ സഭയിൽ ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ ആദ്യമായിട്ട് ഇസ്രായേലിന്റെ സ്പീക്കർ, സെനറ്റ് സ്പീക്കർ, അദ്ദേഹം അമീർ ഒഹാന, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു രീതിയുണ്ടേ. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഭയങ്കര സൂപ്പർ ഹീറോ സിനിമകളിൽ അല്ലെങ്കിൽ ബാഹുബലി ടൈപ്പ് സിനിമയിലൊക്കെ നായകനെ കുറിച്ച് പറയുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഇദ്ദേഹം വലിയ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവലിൽ വേറെ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അമ്മാതിരിയാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് സ്പീക്കർ പറഞ്ഞത്. അത് കഴിഞ്ഞ് നെതന്യാഹു ആദ്യം എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്ന് പറയുന്നു, എൻ്റെ സഹോദരനെ പോലെയാണെന്ന് പറയുന്നു, ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇത്രയും ഉയർന്ന ലെവലിലോട്ട് കൊണ്ടുവന്ന പ്രധാന വ്യക്തി മോദിയാണെന്ന് പറയുന്നു. അതിലുപരിയായിട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലും നേതാക്കളിലും ഒരാളാണെന്ന് പറയുന്നു. ഏഷ്യയിലെ സിംഹമാണ് ഇന്ത്യ എന്ന് പറയുന്നു. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ആ രീതിയിൽ ഇന്ത്യ അംഗീകരിക്കുന്നതാണ് കാണുന്നത്. അതായത് മുൻകാലങ്ങളിലും ഇന്ത്യ ഇത്രയൊന്നും അല്ലെങ്കിലും ഇപ്പൊ 2014 നരേന്ദ്രമോദി വരുന്നതിന് മുന്നേയും ഇന്ത്യ ഒരു വലിയ ശക്തി തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ലോകവേദികളിൽ കാര്യമായ അംഗീകാരം കിട്ടിയിരുന്നില്ല. മാത്രമല്ല ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. പറയാതിരിക്കാൻ പറ്റില്ല, അടിമുടി മാറ്റം. ഇത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടന്ന ചർച്ചകളിലും നരേന്ദ്രമോദിയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റും യൂണിയന്റെ മറ്റ് നേതാക്കളും ഒക്കെ പറഞ്ഞ വാക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ശരിക്കും നെതന്യാഹു ഇസ്രായേലിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇസ്രായേലിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് അത്രയും അഭിമാനിക്കാം. കാരണം ഒരു രാജ്യം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പൊ നരേന്ദ്രമോദി അവിടെ പോയിട്ട് അപമാനിതനായാൽ ശരിക്കും നമ്മൾ ഇന്ത്യക്കാരാണ് അപമാനിതരാകുന്നത്, നമ്മളെ കൂടിയാണ് അപമാനിക്കുന്നത് അല്ലേ? എവിടെയെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു അപമാനം സംഭവിച്ചാൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ പലരും നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. പൊട്ടക്കിണറ്റിലെ തവളകൾ, അവർക്കതാവാം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിടത്ത് അപമാനിക്കപ്പെട്ടാൽ നമുക്ക് നാണക്കേടാണ്, നമ്മളെ കൂടിയാണ് അപമാനിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം 145 കോടി ജനങ്ങളും അവിടെ ബഹുമാനിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ഗംഭീരമെന്ന് പറഞ്ഞാൽ പോലെ അതിഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് അവിടെ അദ്ദേഹത്തിന് കിട്ടുന്നത്. മാത്രമല്ല മോദി മോദി എന്നുള്ള ആ വിളികൾ കേൾക്കേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും അമ്മാതിരി മുദ്രാവാക്യങ്ങൾ വരെ പാർലമെന്റിൽ അവിടെ നരേന്ദ്രമോദി എത്തിയപ്പോൾ ഉയർന്നു എന്നുള്ളതാണ്.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എനിക്ക് മോദി തനിക്ക് സുഹൃത്തിനേക്കാൾ ഒരു സഹോദരനാണെന്ന് പറഞ്ഞ സമയത്തൊക്കെ വലിയ കയ്യടിയായിരുന്നു അവിടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത് അവസാനിക്കുന്ന സമയത്ത് എല്ലാ പാർലമെന്റ് അംഗങ്ങളും എണീറ്റ് നിന്നിട്ട് കയ്യടി എന്ന് പറഞ്ഞാൽ കയ്യടിച്ചിട്ട് നിർത്തുന്നില്ല, അമ്മാതിരി കയ്യടി. ഭയങ്കര ഒരു സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പ്രതിപക്ഷം കിടന്ന് പറയാണ്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് വരും എന്നുള്ള കാര്യം നെതന്യാഹുവാണ് ആദ്യം പറഞ്ഞത്. പ്രധാനമന്ത്രി ഇവരോട് ആരോടും പറഞ്ഞില്ല. ഇന്ത്യയുടെ നയതന്ത്രം എന്താ, ഭയമാണ്, ഏതോ ഫയൽ പേടിയാണ്, മറ്റതാണ് മറിച്ചതാണ്. ഒരു ലോക വിവരമില്ലാത്ത കുറെ നേതാക്കളാണ് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷത്തൊക്കെ ഉള്ളത്. ഒരു വിവരവും ഇല്ല, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ശരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവരിവിടെ കിടന്ന നരേന്ദ്രമോദി ഓരോന്ന് പറയുമ്പോൾ പുള്ളി ലോകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 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 സ്ട്രെങ്ത് ഉണ്ട്. അതൊന്നും ഇവരൊന്നും തലകുത്തി നിന്നാൽ നടക്കത്തില്ല. അത് അപൂർവം ചില നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് കണ്ടൊരു കമന്റാണ്, നരേന്ദ്രമോദിയും നമ്മുടെ പുടിനും കൂടിയൊക്കെ, പുടിൻ ഷി ജിൻപിങ് ഒക്കെ ഉണ്ട്, എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് അതിനെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടിട്ട് നരേന്ദ്രമോദിക്ക് വല്ലതും മനസ്സിലായിട്ടാണോ സംസാരിക്കുന്നത്, മോദി എന്ത് കേട്ടിട്ടാണ്, മോദിക്ക് തന്നെ റഷ്യൻ അറിയുമോ, ഷി ജിൻപിങ്ങിന്റെ ചൈനീസ് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുകയാണ്. ഈ വിവരദോഷികൾക്ക് അറിയോ, സ്വകാര്യമായിട്ട് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ പരസ്പരം മനസ്സിലാവുന്ന ഭാഷകൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം, അല്ലെങ്കിൽ 3 പേർക്കും കോമൺ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഷയായിരിക്കാം സംസാരിക്കാമെന്നൊന്നും ഈ വിവരദോഷികൾക്ക് അറിയില്ല. അതാണ് പ്രശ്നം, ഇവർക്കൊന്നും അറിയില്ല. നരേന്ദ്രമോദിക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയില്ല, നരേന്ദ്രമോദി നോക്കി വായിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകൾ കാണേണ്ടത് നരേന്ദ്രമോദിയുടെ ഇസ്രായേലിലൊക്കെ നടന്ന പ്രസംഗമാണ്. അദ്ദേഹം ആരാണെന്നപ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ തവളകൾ വിചാരിക്കുന്നത് പൊട്ടക്കിണറാണ് പ്രപഞ്ചം എന്നാണ്. അങ്ങനെയാണ് പലരും. ഈ മോദി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. കോൺഗ്രസിന്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ കഴിവുകളെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയോ, അവർക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. മോദി എന്ന് പറയുന്ന ലീഡറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പോഴും അറിയത്തില്ല. മോദി ഇവർക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. ലോകത്ത് നരേന്ദ്രമോദി എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നുള്ളത് കൺമുന്നിൽ കണ്ടാൽ ഇവരാരും സമ്മതിക്കുന്നില്ല. ഇവർ സമ്മതിച്ചില്ല എങ്കിലും നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കണം, എത്രമാത്രം അവർ മോദിയെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് കേൾക്കണം. അതായത് ഇവിടെ ആര് വലുത് ആര് ചെറുതെന്നുള്ളതല്ല, തുല്യതയാണ് പ്രധാനം. നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ നേരിട്ട് പോയിട്ട് സ്വീകരിക്കുകയാണ് വിമാനത്താവളത്തിൽ. അതിന്റെ ആവശ്യമില്ല. നരേന്ദ്രമോദിയെ കാത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നാൽ മതി. കാരണം വേറെ ആരെങ്കിലും ഉദ്യോഗസ്ഥർ പോയി സ്വീകരിക്കും. അങ്ങനെയൊക്കെ ആണല്ലോ ലോക നേതാക്കൾ വരുന്ന സമയത്ത്. പക്ഷെ അത്രയും ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മോദി എന്ന് പറയുന്ന വ്യക്തിയെ ഇസ്രായേൽ അത്രയും ബഹുമാനിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് മോദിയെ നേരിട്ട് പോയി സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്തുള്ള വാചകങ്ങളിൽ നിന്ന് നമുക്കറിയാം എന്തുമാത്രം റെസ്പെക്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയും കൊടുക്കുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു സ്റ്റാറാണെന്നേ നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ഒരു സ്റ്റാറാണ്. സെൽഫി എടുക്കാനായിട്ട് അവിടെ ബഹളമാണ് മോദിയുടെ കൂടെ. ആ ദൃശ്യങ്ങൾ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എത്രമാത്രം സ്വീകാര്യനാണ് അദ്ദേഹം എന്നുള്ളത്. ഇവിടെ കുറെ ആളുകൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അവർക്കറിയാം എന്താണ് മോദി എന്നും അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്താണെന്നും. പക്ഷെ സമ്മതിച്ചു കൊടുക്കാനുള്ള മനസ്സില്ല. ഇവരൊക്കെ സമ്മതിക്കാതിരുന്നു എന്ന് പറഞ്ഞിട്ട് മോദിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ആ പർവ്വതത്തിനെ നോക്കിയിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പർവ്വതത്തിന് എന്ത് സംഭവിക്കാനാണ്? അതിനൊന്നും സംഭവിക്കില്ല. അതുപോലെ ഉള്ളൂ. ഇവിടെ നരേന്ദ്രമോദിയെ ഇനി ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും മോദിയുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആ ഒരു കഴിവും തൻ്റെ ഒന്നും ആ ലെവലില് വേറൊരു ലീഡറിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് നിലവിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഭാവിയിൽ ഉണ്ടായിക്കൂടെന്നൊന്നുമില്ല. നിലവിൽ എന്തായാലും മോദിക്ക് തുല്യം മോദി മാത്രമാണ്. ഒരുപക്ഷെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ല, ലോകത്ത് തന്നെ. There is an enduring similarity in our festivals as well. You celebrate Hanukkah with the warm glow of candles. Around the same time, we celebrate Diwali, the festival of lights, with the gentle radiance of lamps. Soon, India will celebrate the festival of Holi, filled with happiness and color. And around the same time, Israel will also celebrate Purim with enthusiasm and joy. Honorable members, our shared ideals are the deep foundations that give strength to our modern partnership.
We are democracies shaped by history and focus on the future. Our partnership is grounded in shared experience and shared aspirations. Our strong partnership not only serves national interests but also contributes to global stability and prosperity. Let us ensure that the friendship between India and Israel remains a source of strength in an uncertain world. Am Israel Chai. Jai Hind. Thank you. הכבוד הגבוה ביותר שבית המחוקקים הישראלי יעניק לראש ממשלת הרפובליקה של הודו, נרנדרה מודי, כהוקרה על הובלתו האישית לחיזוק היחסים המדיניים בין הודו לבין ישראל ועל תרומתו להעמקת שיתופי הפעולה בתחומי הביטחון, הכלכלה, החקלאות, החדשנות, הטכנולוגיה ועוד. מנהיגותו, כפי שיכולתם להתרשם כולכם, כבוד יושב ראש הכנסת וכבוד ראש ממשלת הודו.